ഹായ്, ഞാൻ ശോഭ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ SJS സ്പ്ലെൻഡിഡ് ജോൺ ടുവേർഡ്സ് സിംഫണി. നമ്മൾ വാലന്റൈൻസ് ഡേ ഒക്കെ ആഘോഷിച്ചിങ്ങനെ ഒന്ന് മതിമറന്നിരിക്കുന്ന സമയമാണ്. അപ്പം ഓരോ വാലന്റൈൻസ് ഡേയിലും പ്രണയത്തെക്കുറിച്ച് ഒരുപാട് ചർച്ചകളുണ്ടാവും, ഒരുപാട് സംസാരിക്കും. അപ്പോഴൊക്കെ ഞാനും ചിന്തിക്കാറുണ്ട്, പ്രണയിച്ച് വിവാഹം കഴിച്ച ഒരാളെന്ന നിലയിൽ ഇതിനെക്കുറിച്ച് ഒന്ന് സംസാരിക്കണ്ടേ. നമുക്ക് പ്രണയിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം, പ്രണയം എന്നുള്ളതൊരു വളരെ മനോഹരമായിട്ടുള്ള ഒരു വികാരമാണ്. ആ ഒരു പ്രണയത്തിൽ നമ്മൾ എത്തിച്ചേർന്നാൽ ബാക്കിയെല്ലാം മറന്നു. നമ്മൾ പ്രണയിക്കുന്ന ആളുടെ കുറവുകൾ ചിന്തിക്കുന്നില്ല, പ്രണയിക്കുന്ന ആളുടെ എന്തെങ്കിലും പോരായ്മകളുണ്ടോ, ആ സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഇതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല. നമ്മുടെ മുന്നിൽ അതൊരു പ്രണയം എന്ന ഒരു വികാരം മാത്രം. നമ്മൾ അയാളെ കാണുന്ന എല്ലാം നല്ലതായിരിക്കും. അയാളുടെ സ്വഭാവം നല്ലതായിരിക്കും, അയാളുടെ ദേഷ്യം നല്ലതായിരിക്കും, അയാൾ നമ്മളെ ഇറിറ്റേറ്റ് ചെയ്താലും കുഴപ്പമില്ല, ചീത്ത പറഞ്ഞാലും കുഴപ്പമില്ല, ഇതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ റെഡി ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ പ്രണയമൊക്കെ കഴിഞ്ഞ് ഒരു വിവാഹത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഇതെങ്ങനെയായിരിക്കും നമ്മളെ ബാധിക്കുക? അപ്പം എനിക്കും എൻ്റെ ജീവിതത്തിൽ നിന്ന് മനസ്സിലായ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. പ്രണയിക്കുന്ന സമയത്ത് നമ്മൾ മാക്സിമം അഭിനയിക്കാതിരിക്കുക. നമ്മൾ നമ്മളായിട്ട് തന്നെ നിൽക്കുകയാണെങ്കിൽ, നമ്മൾ എന്താണോ അത് തന്നെയാണ് നമ്മുടെ പങ്കാളി കാണുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് വലിയ കാര്യമായിട്ടൊന്നും ബാധിക്കില്ല. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ എങ്ങനെയായിരുന്നോ അങ്ങനെ തന്നെയായിരുന്നു പിന്നീടുള്ള ജീവിതത്തിൽ, അല്ലെങ്കിൽ എൻ്റെ പാർട്ട്ണർ എങ്ങനെയായിരുന്നോ അങ്ങനെ തന്നെയായിരുന്നു പിന്നീടുള്ള ജീവിതത്തിൽ. അപ്പോൾ തമാശന് ഞാൻ പറയാറുണ്ട്, 10 വർഷം പ്രേമിച്ചിട്ട് യാതൊരുവിധ സമ്മാനങ്ങളും കിട്ടിയിട്ടില്ലാത്ത ഒരു വ്യക്തി ഞാനായിരിക്കും. അതുകൊണ്ട് പിന്നെ കല്യാണം കഴിഞ്ഞും സമ്മാനങ്ങളൊന്നും കിട്ടിയില്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടില്ല. കാരണം ഓരോ വാലന്റൈൻസ് ഡേ ആയിക്കോട്ടെ, ബർത്ത്ഡേ ആയിക്കോട്ടെ, കല്യാണം ആയിക്കോട്ടെ, അപ്പോൾ ഇതിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കുക എന്നുള്ളത് ഇപ്പോഴത്തെ തലമുറയിലും ഇപ്പോഴത്തെ ആൾക്കാരുടെ ഇടയിലും ഒക്കെ ഉള്ള ഒരു ശീലമാണ്. അപ്പോൾ 10 വർഷം പ്രണയിച്ചപ്പോഴും ഇതൊന്നും കിട്ടിയിട്ടില്ലാത്ത കാരണം അത് കഴിഞ്ഞും ഇതൊന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പം നമ്മൾ അതിനു മുമ്പ് ഒരു ഭാവവും അതിനുശേഷം വേറൊരു ഭാവം ആകുമ്പോൾ നമ്മൾ മറ്റേ ഉർവശിയുടെ ഇതിലായി പോകും. അന്ന് എന്നോട് ഇങ്ങനെ എഴുതി വെച്ചില്ലേ, ആ ലെറ്ററിൽ എഴുതി ഇപ്പം ഞാൻ ഉണ്ടാക്കിയ സാമ്പാർ നല്ലതാന്ന് പറഞ്ഞില്ലേ, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടി വരും. അപ്പം ഇതൊന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ നമ്മളെന്താണോ അങ്ങനെ തന്നെ ആണെങ്കിൽ നമ്മളെ ഇതൊന്നും ബാധിക്കുന്നില്ല. പക്ഷേ നമ്മൾ ഇപ്പം ഞാൻ പ്രണയിച്ചിരുന്ന സമയത്ത് കുറച്ചു നേരം കൂടുതൽ സംസാരിച്ചാൽ എൻ്റെ വീട്ടിൽ നിന്ന് അമ്മ പറയുമായിരുന്നു. അപ്പം പ്രണയിക്കുന്ന ആ കാലത്ത് ഞാനിപ്പോൾ 46-47 വയസ്സുള്ള ഒരാൾ, ആ സമയത്തൊന്നും ഈ പ്രണയ വിവാഹമൊന്നും അത്ര കോമൺ അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വീട്ടിൽ അംഗീകരിക്കാനും ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഇത് കുറച്ച് നാൾ കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവുമല്ലോ, ഇത് നടക്കില്ല, നമ്മൾ ഇതിൻ്റെ പുറകെ തന്നെ പോകുമെന്ന് മനസ്സിലായി കഴിയുമ്പോൾ അവരത് അംഗീകരിക്കും. അങ്ങനെ അംഗീകരിച്ചൊരു കാലഘട്ടത്തിൽ എൻ്റെ അമ്മ എന്നോട് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു, നീ ഇപ്പം ഈ വർത്തമാനം എല്ലാം പറഞ്ഞു തീർത്താൽ പിന്നെ കല്യാണം കഴിയുമ്പോൾ നിങ്ങൾ എന്ത് പറയുന്നു? പക്ഷേ വർത്തമാനം നമ്മൾ പറയുന്നത് നമ്മുടെ ഉള്ളിൽ നിന്നാണ്, നമ്മൾ സത്യസന്ധമായിട്ടാണ് പറയുന്നതെങ്കിൽ പിന്നീട് പറയാൻ നമുക്ക് വിഷയങ്ങൾക്ക് ദാരിദ്ര്യമൊന്നും ഉണ്ടാവില്ല. നമുക്ക് പിന്നീടും നമ്മുടെ വിഷയങ്ങൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പം നമുക്ക് പ്രണയിച്ച് വിവാഹം കഴിക്കുമ്പോൾ, പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടിട്ടുള്ള ഒരാളെ നമ്മൾ വിവാഹം കഴിക്കുമ്പോൾ, അത് നമ്മൾ അങ്ങോട്ടേക്ക് ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആശ്വാസം ചില്ലറയല്ല. കാരണം രാവിലെ പോയാൽ എന്നും പോകുന്നല്ല, പക്ഷെ പോയാൽ എപ്പോൾ തിരിച്ചു വരുമെന്ന് ഉറപ്പില്ലാത്ത ഒരാളുടെ കൂടെ നമ്മൾ ജീവിക്കേണ്ടി വരുമ്പോൾ നമ്മളത് മുന്നേ തന്നെ പരിചയപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ശീലം നമുക്കറിയാം. അങ്ങനെയുള്ള ഒരു അവസരങ്ങളിൽ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ചിലരൊക്കെ ഉണ്ട്, ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ പ്രണയിക്കുന്ന സമയങ്ങളിൽ ഓവർ കൺസേൺഡ് ആണ്. അപ്പോൾ എന്ത് പറഞ്ഞാലും അത് മേടിച്ചു കൊടുക്കും, അത് അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കും. പിന്നീട് അത് നമുക്ക് അതുപോലെ സാധിക്കില്ല, കാരണം നമ്മൾ ഉത്തരവാദിത്തങ്ങളിലേക്ക് കടന്നു വരും. ജീവിതം എന്ന് പറയുമ്പം ഒരു യഥാർത്ഥ ജീവിതത്തിലേക്ക് നമ്മൾ കിടന്നു കഴിയുമ്പോൾ അത് വളരെ അധികം ഉത്തരവാദിത്തങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മുടെ ചുറ്റും നമ്മൾ മാത്രമല്ല, നമ്മൾ പ്രണയിക്കുന്ന സമയങ്ങളിൽ നമ്മൾ മാത്രമേ ഉള്ളൂ. പക്ഷേ പിന്നീട് അങ്ങോട്ട് നമ്മുടെ മാതാപിതാക്കളുണ്ട്, നമ്മുടെ പാർട്ട്ണറുടെ മാതാപിതാക്കളുണ്ട്, അവരുടെ ഫാമിലി ഉണ്ട്, അവരുടെ ഫ്രണ്ട്സ് ഉണ്ട്. ഇതെല്ലാം തമ്മിലുള്ള ഒരു ബാലൻസ് ചെയ്ത് പോകുന്ന അവസരത്തിൽ ഈ ഒരു ഓവർ കൺസേണും നമുക്ക് ഒരാൾക്ക് മാത്രമായിട്ട് കൊടുത്തിരുന്ന പ്രത്യേക പരിഗണനയും ഒക്കെ പിന്നീട് കിട്ടാതെ വരുമ്പോൾ ഒരുപാട് പേരുടെ ജീവിതങ്ങളിൽ അത് ബാധിക്കും. അപ്പം അതൊന്നും ഇല്ലാതെ നാച്ചുറലായിട്ട് നമ്മൾ എങ്ങനെ പോകണോ അങ്ങനെ തന്നെ പോവുക. അങ്ങനെയാണെങ്കിൽ നമുക്കിതൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. പിന്നെ നമ്മൾ അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിൽ നമ്മുടെ രണ്ടു കൂട്ടരുടെയും ഫാമിലി തമ്മിലുള്ള ഒരു ബന്ധവും അലയൻസും ഒക്കെ നമുക്ക് നല്ല കാര്യങ്ങളാണ്. നമുക്ക് അറിഞ്ഞ് ചർച്ച ചെയ്ത് ചിന്തിച്ച് നമുക്കിത് ചേരുവോ അങ്ങനെയൊക്കെ ആലോചിച്ചിട്ടൊക്കെ നമുക്ക് കല്യാണം കഴിക്കാം, അതും നല്ലത് തന്നെയാണ്. പക്ഷേ നമ്മുടെ ഇഷ്ടങ്ങൾക്കും നമ്മുടെ താല്പര്യങ്ങൾക്കും അനുസരിച്ച് ഒരു പാർട്ണറെ കിട്ടുക എന്നുള്ളതാണ് അതിലെല്ലാം വലുതെന്നുള്ളതാണ്. ബാക്കി എന്ത് കാര്യങ്ങളും പിന്നീടാണ് വരുന്നത്. നമ്മുടെ ഇഷ്ടങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു പാർട്ണറാണ് നമ്മുടെ കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഏതൊരു പോരായ്മകളും നമുക്ക് സന്തോഷത്തോടു കൂടി തന്നെ സഹിക്കാൻ പറ്റും. അപ്പം ഈ പ്രണയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ആ ഒരു വികാരം അത് കല്യാണം കഴിഞ്ഞു എന്ന് വെച്ചിട്ട് അത് മാറ്റി വെക്കാതെ അത് നമ്മുടെ ഉള്ളിൽ സൂക്ഷിക്കുക. അത് നമ്മുടെ പങ്കാളിക്ക് എന്നും പകർന്നു കൊടുക്കാൻ ശ്രമിക്കുക. അത് കൊടുത്താൽ തീർച്ചയായിട്ടും നമ്മൾക്ക് തിരിച്ചും അത് കിട്ടും. അപ്പം നന്ദി.